സഭാ വാർത്തകൾ ആരംഭിക്കുന്നു. അറിയാം കേരള സഭയുടെ സ്പന്ദനങ്ങൾ വേഗത്തിൽ. കണ്ണൂർ തളിപ്പറമ്പ് പുഷ്പഗിരിയിൽ ചാപ്പലിനും കോൺവെന്റ് ആൻഡ് ലേഡീസ് ഹോസ്റ്റലിനും നേരെ കല്ലേർ ആക്രമണം. കല്ലേറിൽ ചാപ്പലിന്റെ ജനൽ ചില്ലുകൾ തകർന്നു. ഗാന്ധിനഗർ കരിമ്പം റോഡിലെ ഫാത്തിമ FCC കോൺവെന്റ് ആൻഡ് ലേഡീസ് ഹോസ്റ്റലിനും കോൺവെന്റ് ചാപ്പലുമാണ് 2 തവണയായി ആക്രമിക്കപ്പെട്ടത്. ബുധനാഴ്ച രാത്രി 9:30-യോടെയും 12:30-യോടെയുമായിരുന്നു ആക്രമണം. 9:30-യോടെ കോൺവെന്റ് വളപ്പിൽ അതിക്രമിച്ചു കയറിയ 3-അംഗ സംഘം ഹോസ്റ്റൽ മുറികളിലേക്ക് കല്ലുകളും മറ്റും വലിച്ചെറിയുകയായിരുന്നു. ശബ്ദം കേട്ട് മദർ ഇൻചാർജ് സിസ്റ്റർ ജോൾസിനയുടെ നേതൃത്വത്തിൽ കോൺവെന്റിലുള്ളവർ ടോർച്ചടിച്ച് പരിശോധിച്ചെങ്കിലും ഇതിനകം അക്രമികൾ രക്ഷപ്പെട്ടു. തുടർന്ന് 12:30-യോടെ അക്രമികൾ വീണ്ടും എത്തി ചാപ്പലിനു നേരെ കല്ലേറ് നടത്തുകയായിരുന്നു. കരിങ്കല്ലും ചെങ്കലിന്റെ കഷ്ണങ്ങളും ഉപയോഗിച്ചാണ് എറിഞ്ഞത്. കല്ലിൻചീളുകൾ പല ജനൽ ചില്ലുകൾക്കിടയിലും കുടുങ്ങിക്കിടക്കുന്ന അവസ്ഥയിലാണ് കാണപ്പെട്ടത്. സിസ്റ്റർ ജോൾസിന തളിപ്പറമ്പ് പോലീസിൽ പരാതി നൽകിയതിനെ തുടർന്ന് DYSP P. പ്രമോദ്, CI ബെന്നിലാലു എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സ്ഥലത്തെത്തി പരിശോധന നടത്തി അന്വേഷണം ആരംഭിച്ചു. പോലീസ് പ്രദേശത്തെ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചു വരികയാണ്. ചാപ്പലും കോൺവെന്റും ഹോസ്റ്റലിനും നേരെയുണ്ടായ ആക്രമണത്തിൽ പ്രതിഷേധം ശക്തമാണ്. രാത്രിയുടെ മറവിൽ ചാപ്പലും കോൺവെന്റും ഹോസ്റ്റലും ആക്രമിച്ചവരെ കണ്ടെത്തി കർശന നടപടികൾ സ്വീകരിക്കണമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. സമാധാന അന്തരീക്ഷം തകർക്കാൻ ശ്രമിക്കുന്ന ഇത്തരം ശ്രമങ്ങൾക്കെതിരെ ജാഗ്രത പാലിക്കണമെന്നും അക്രമികളെ ഒറ്റപ്പെടുത്തണമെന്നും MV ഗോവിന്ദൻ കൂട്ടിച്ചേർത്തു. കണ്ണൂർ തളിപ്പറമ്പ് ചാപ്പലിനും കോൺവെന്റിനും ഹോസ്റ്റലിനും നേരെ ആക്രമണം നടത്തിയത് സമാധാന അന്തരീക്ഷം തകർക്കാനും മനഃപൂർവ്വം പ്രശ്നങ്ങൾ സൃഷ്ടിക്കാനുമുള്ള ഗൂഢനീക്കമാണെന്നും കുറ്റക്കാരെ ഉടൻ പിടികൂടണമെന്നും ആവശ്യപ്പെട്ട് കണ്ണൂർ DCC പ്രസിഡന്റ് മാർട്ടിൻ ജോർജ്. പ്രതികളെ പിടികൂടി നിയമത്തിന് മുന്നിലെത്തിച്ച് അർഹിക്കുന്ന പരമാവധി ശിക്ഷ ഉറപ്പാക്കാൻ പോലീസ് തയ്യാറാകണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. കണ്ണൂർ തളിപ്പറമ്പ് ചാപ്പലിനും കോൺവെന്റിനും ഹോസ്റ്റലിനും നേരെ അക്രമം നടത്തിയെന്നത് ഞെട്ടിപ്പിക്കുന്ന സംഭവമാണെന്നും അക്രമികളെ എത്രയും പെട്ടെന്ന് പിടികൂടണമെന്നും CPM കണ്ണൂർ ജില്ലാ ആക്ടിംഗ് സെക്രട്ടറി TV രാജേഷ് ആവശ്യപ്പെട്ടു. തികച്ചും സമാധാന അന്തരീക്ഷം നിലനിൽക്കുന്ന പ്രദേശത്ത് സാന്ത്വന പ്രവർത്തനങ്ങൾ നടത്തുന്ന കന്യാസ്ത്രീകൾ താമസിക്കുന്ന കോൺവെന്റ് ഉൾപ്പെടെയുള്ളവയ്ക്ക് നേരെയുള്ള ആക്രമണം സമാധാന അന്തരീക്ഷം തകർക്കാനുള്ള ബോധപൂർവമായ ശ്രമമാണെന്നും അക്രമികളെ എത്രയും വേഗം കണ്ടെത്തി മാതൃകാപരമായി ശിക്ഷിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. കണ്ണൂർ തളിപ്പറമ്പ് പുഷ്പഗിരിയിലെ ഫാത്തിമ FC കോൺവെന്റിനും ഹോസ്റ്റലിനും നേരെ നടന്ന ആക്രമണം അപലപനീയമാണെന്ന് യൂത്ത് ഫ്രണ്ട് M സംസ്ഥാന ജനറൽ സെക്രട്ടറി അമൽ ജോയ് കൊന്നയ്ക്കൽ, ജില്ലാ പ്രസിഡന്റ് എബിൻ കുമ്പുക്കൽ എന്നിവർ പ്രസ്താവനയിൽ പറഞ്ഞു. ആക്രമണം നടത്തിയ സാമൂഹിക വിരുദ്ധർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണമെന്നും സഭാ സ്ഥാപനങ്ങൾക്ക് നേരെ നടക്കുന്ന ഇത്തരം അക്രമ സംഭവങ്ങൾ ആവർത്തിക്കപ്പെടാതിരിക്കാനും മതസ്വാതന്ത്ര്യം ഹനിക്കപ്പെടാതിരിക്കാനും സർക്കാരും നിയമപാലകരും സത്വര നടപടികൾ സ്വീകരിക്കണമെന്നും യൂത്ത് ഫ്രണ്ട് M നേതാക്കൾ ആവശ്യപ്പെട്ടു. നാട്ടിൽ സമാധാന അന്തരീക്ഷവും മതസൗഹാർദ്ദവും തകർക്കാതെ സാഹോദര്യവും സൗഹൃദവും പുലർത്താനും എല്ലാവരും ശ്രമിക്കണമെന്നും യൂത്ത് ഫ്രണ്ട് M ചൂണ്ടിക്കാട്ടി. പേട്ട ഫുറോന വിദ്യാഭ്യാസ ശുശ്രൂഷ സമിതിയുടെ നേതൃത്വത്തിൽ ഏപ്രിൽ 6, 7 തീയതികളിൽ കരിയർ ഗൈഡൻസും യൂണിവേഴ്സിറ്റി എക്സ്പോയും സംഘടിപ്പിക്കും. സെന്റ് ക്രിസ്റ്റഫർ ചർച്ച് ശ്രീകാര്യം പാരിഷ് ഹാളിൽ വെച്ച് ഏപ്രിൽ 6-ാം തീയതി രാവിലെ 8 മുതൽ 12-ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് കരിയർ ഗൈഡൻസ് ക്ലാസും +2 ഡിഗ്രി തലത്തിലുള്ള കുട്ടികൾക്ക് യൂണിവേഴ്സിറ്റി എക്സ്പോയും നടത്തപ്പെടും. KRLCC പ്രസിഡന്റും കോഴിക്കോട് ബിഷപ്പുമായ ഡോക്ടർ വർഗീസ് ചക്കാലക്കലിന്റെ മെത്രാഭിഷേക രജത ജൂബിലി ആഘോഷം മാള പള്ളിപ്പുറം സെന്റ് ആന്റണീസ് UP സ്കൂൾ ഗ്രൗണ്ടിൽ ഒരുക്കുന്ന വിപുലമായ പന്തലിൽ ഏപ്രിൽ 13-ന് നടത്തപ്പെടും. കോട്ടപ്പുറം രൂപതയും മാതൃ ഇടവകയും മാള പൗരാവലിയും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ജൂബിലി ആഘോഷങ്ങൾ വൈകിട്ട് 4:30-ന് ജൂബിലേറിയൻ അർപ്പിക്കുന്ന കൃതജ്ഞതാ ബലിയോടെ ആരംഭിക്കും. ഇരിങ്ങാലക്കുട ബിഷപ്പ് മാർ പോളി കണ്ണൂക്കാടൻ വചനപ്രഘോഷണം നടത്തും. കോട്ടപ്പുറം ബിഷപ്പ് ഡോക്ടർ അംബ്രോസ് പുത്തംവീട്ടിൽ, വരാപ്പുഴ ആർച്ച് ബിഷപ്പ് എമിരറ്റസ് ഡോക്ടർ ഫ്രാൻസിസ് കല്ലറയ്ക്കൽ, കോട്ടപ്പുറം ബിഷപ്പ് എമിരറ്റസ് ഡോക്ടർ ജോസഫ് കാരിക്കശ്ശേരി എന്നിവർ മുഖ്യ സഹകാർമ്മികരാകും. നിരവധി വൈദികർ സഹകാർമ്മികരാകും. ആർച്ച് ബിഷപ്പ് എമിരറ്റസ് ഡോക്ടർ ഫ്രാൻസിസ് കല്ലറയ്ക്കൽ ആമുഖ സന്ദേശവും ബിഷപ്പ് എമിരറ്റസ് ഡോക്ടർ ജോസഫ് കാരിക്കശ്ശേരി അനുഗ്രഹ പ്രഭാഷണവും നടത്തും. രൂപതയുടെ വിവിധ ഇടവകകളിൽ നിന്നായി നിരവധി വിശ്വാസികൾ പങ്കെടുക്കും. ദിവ്യബലിക്ക് ശേഷം നടക്കുന്ന അനുമോദന സമ്മേളനം വ്യവസായ മന്ത്രി P. രാജീവ് ഉദ്ഘാടനം ചെയ്യും. കോട്ടപ്പുറം ബിഷപ്പ് ഡോക്ടർ അംബ്രോസ് പുത്തംവീട്ടിൽ അധ്യക്ഷത വഹിക്കും. പ്രതിപക്ഷ നേതാവ് അഡ്വക്കേറ്റ് VD സതീശൻ മുഖ്യപ്രഭാഷണം നടത്തും. സ്വർഗത്തിന്റെ മുന്നറിയിപ്പുകളിലൂടെയും മാതാവിന്റെ സന്ദേശങ്ങളിലൂടെയും ദൈവജനത്തെ ഒരുക്കുവാനും സഭയെ സജ്ജമാക്കുവാനുമായി ഷെക്കിന ന്യൂസിൽ പ്രത്യേക തത്സമയ ശുശ്രൂഷ.
ഈറ്റുനോവിന്റെ കാലം എന്ന പേരിലുള്ള ശുശ്രൂഷ ഏപ്രിൽ 9 മുതൽ മെയ് 18 വരെയുള്ള 40 ദിനങ്ങളിലാണ് ക്രമീകരിച്ചിരിക്കുന്നത്. ക്രൈസ്തവ പീഡനങ്ങൾ പെരുകുകയും സുവിശേഷ മൂല്യങ്ങളും സഭാപഠനങ്ങളും കാലഹരണപ്പെട്ടവയായി കാറ്റിൽ ഉലയുന്നതുമെല്ലാം ഈറ്റുനോവിന്റെ ആരംഭമാണെന്നും കാലത്തിന്റെ സൂചനകൾ കർത്താവിന്റെ വീണ്ടും വരവിനായുള്ള കാഹളം മുഴങ്ങി തുടങ്ങിയിരിക്കുന്നു എന്നുമുള്ള യാഥാർത്ഥ്യങ്ങൾ ദൈവജനത്തിന് പകർന്നു നൽകുകയാണ് ശുശ്രൂഷയുടെ ലക്ഷ്യം. അവസാന വിളവെടുപ്പിന്റെ നാളുകളിൽ അന്ത്യകാല കൊയ്ത്തിനായി അന്ത്യകാല പ്രേക്ഷിതർ ഉണരേണ്ട കാലാന്ത്യത്തിന്റെ മണിക്കൂറുകളിൽ സഭ എപ്രകാരം ജാഗരൂകരായിരിക്കണമെന്ന് പരിശുദ്ധ ബൈബിളും അമ്മ മാതാവിന്റെ മുന്നറിയിപ്പുകളും കാലത്തിന്റെ അടയാളങ്ങളും സഭയുടെ പഠനങ്ങളും സാക്ഷിയാക്കി ദൈവജനത്തെ ബോധവാന്മാരാക്കുന്ന തത്സമയ ശുശ്രൂഷയാണ് ഈറ്റുനോവിന്റെ കാലം. സ്വർഗത്തിന്റെ മുന്നറിയിപ്പുകളിലൂടെയും മാതാവിന്റെ സന്ദേശങ്ങളിലൂടെയും ദൈവജനത്തെ ഒരുക്കുവാനും സഭയെ സജ്ജമാക്കുവാനുമായി ഷെക്കിന ന്യൂസിൽ പ്രത്യേക തത്സമയ ശുശ്രൂഷ. ഈറ്റുനോവിന്റെ കാലം എന്ന പേരിലുള്ള ശുശ്രൂഷ ഏപ്രിൽ 9 മുതൽ മെയ് 18 വരെയുള്ള 40 ദിനങ്ങളിലാണ് ക്രമീകരിച്ചിരിക്കുന്നത്. കൊച്ചിയിലെ അധോലോകത്തെ പറ്റിയുള്ള വാർത്ത പുറത്തുവിട്ടതിന് ടോം കുര്യാക്കോസ് എന്ന മാധ്യമ പ്രവർത്തകനും വീട്ടുകാരും നേരിട്ട വധഭീഷണിയിൽ ആശങ്ക അറിയിച്ച് കത്തോലിക്ക കോൺഗ്രസ് ഗ്ലോബൽ സമിതി രംഗത്ത്. പുഴുക്കുത്തുകൾ തുറന്നുകാട്ടാൻ ശ്രമിക്കുന്നവരെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന പ്രവണത കേരളത്തിൽ കൂടി വരുന്ന സാഹചര്യത്തിൽ നിയമവാഴ്ച ഇല്ലാതായാൽ അരാജകത്വമാകും ഫലമെന്നും ഗുണ്ടാ തലവന്മാർ രഹസ്യമാർഗങ്ങളിലൂടെ നാട് ഭരിക്കുന്ന കാഴ്ച വലിയ നാണക്കേട് സൃഷ്ടിക്കുന്നുവെന്നും കത്തോലിക്ക കോൺഗ്രസ് ചൂണ്ടിക്കാട്ടി. ഇലക്ഷന് വോട്ട് തേടിയിറങ്ങിയ ഒരു രാഷ്ട്രീയ പാർട്ടി പോലും ഈ തോന്നിവാസത്തിനെതിരെ പ്രതികരിക്കുന്നില്ല എന്നത് സങ്കടകരമാണെന്നും ജനത്തിന്റെ വോട്ട് കീശയിലാക്കാൻ ശ്രമിക്കുമ്പോൾ ജനതയുടെ ജീവൻ കാക്കാനുള്ള ചുമതലയും ജനപ്രതിനിധികൾക്കാണ് എന്ന ബോധ്യം ഉണ്ടാവണമെന്നും കത്തോലിക്ക കോൺഗ്രസ് കൂട്ടിച്ചേർത്തു. തളിപ്പറമ്പ് FCC കോൺവെന്റ് ചാപ്പലിന്റെ ജനൽ ചില്ലുകൾ ഇരുട്ടിന്റെ മറവിൽ കല്ലെറിഞ്ഞ് തകർത്ത സാമൂഹിക വിരുദ്ധർക്കെതിരെ ശക്തമായ നിയമ നടപടികൾ വേണമെന്ന് കത്തോലിക്ക കോൺഗ്രസ് തളിപ്പറമ്പ് ഫൊറോന കമ്മിറ്റി ആവശ്യപ്പെട്ടു. ഡയറക്ടർ ഫാദർ ഫിലിപ്പ് കവിയിൽ ഉദ്ഘാടനം ചെയ്ത യോഗത്തിൽ രൂപത പ്രസിഡന്റ് അഡ്വക്കേറ്റ് ടോണി ജോസഫ് പുഞ്ചക്കുന്നേൽ അധ്യക്ഷത വഹിച്ചു. ഫൊറോന ഡയറക്ടർ ഫാദർ മാത്യു വളവനാൽ, ഫൊറോന വികാരി ഫാദർ മാത്യു വേങ്ങക്കുന്നേൽ, ഇടവക കോർഡിനേറ്റർ ഡായ് മാത്യു പ്ലാത്തോട്ടം, പ്ലാസ്റ്റർ കൌൺസിൽ മെമ്പർ ടോമി കുരിശുമൂട്ടിൽ, മാത്യു മൂന്നുപീടിക, ലൂക്കോസ് പള്ളിത്തറ, പൗലോസ് പാറയടം, ജോൺ കല്ലാട്ട്, ദേവസ്യ കൂന്താനം, മാത്യു കോലടി എന്നിവർ പ്രസംഗിച്ചു. പരിപാടിക്ക് ഫൊറോന പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ കൊട്ടാരത്തിൽ, ഇടവക പ്രസിഡന്റ് സിബി പരിയാനിക്കൽ, സെക്രട്ടറി സജീവ് മുക്കാട്ട് എന്നിവർ നേതൃത്വം നൽകി. ഭാരതത്തിലെ എല്ലാ ഇടവകകളും രൂപതകളും നെറ്റ് സീറോ അഥവാ പരിസ്ഥിതി സൗഹാർദ്ദപരമാക്കുന്നതിന് വേണ്ട പ്രായോഗികതയിലേക്ക് ഉടൻ എത്തിച്ചേരാൻ ആഹ്വാനം നൽകി CBCI പ്രസിഡന്റ് ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത്. ഫെബ്രുവരിയിൽ ചേർന്ന ഭാരത കത്തോലിക്ക മെത്രാൻ സമിതിയുടെ പ്ലീനറി സെഷൻ നിർദ്ദേശം എടുത്തുകാട്ടിയായിരുന്നു CBCI പ്രസിഡന്റിന്റെ ആഹ്വാനം. അതേസമയം ഭാരതത്തിലെ പ്രഥമ നെറ്റ് സീറോ പാരിഷായ പൊൻകണ്ടം ഇടവകയെ അഭിവന്യ പിതാവ് അഭിനന്ദിക്കുകയും ചെയ്തു. അന്തർദേശീയ തീർത്ഥാടന കേന്ദ്രമായ മലയാറ്റൂർ കുരിശുമുടിയിലെ പുതുഞായർ തിരുനാൾ ദിവസങ്ങളിലും 8-ാം തിരുനാളിനും മദ്യശാലകൾ തുറക്കരുതെന്ന് KCBC മദ്യവിരുദ്ധ സമിതി ആവശ്യപ്പെട്ടു. കാലടി, മലയാറ്റൂർ, നീലീശ്വരം, മഞ്ഞപ്ര, കാഞ്ഞൂർ, ഒക്കൽ എന്നീ പഞ്ചായത്ത് പരിധിയിൽ ഉൾപ്പെടുന്ന എല്ലാ മദ്യശാലകളും അടച്ചിട്ട് ഈ ദിവസങ്ങളിൽ സമ്പൂർണ്ണ മദ്യനിരോധനം ഏർപ്പെടുത്തണമെന്ന് KCBC മദ്യവിരുദ്ധ സമിതി എറണാകുളം അങ്കമാലി അതിരൂപതാ സമിതി ആവശ്യപ്പെട്ടു. ചരിത്ര പ്രാധാന്യം പേറുന്ന ഈ തീർത്ഥാടന കേന്ദ്രത്തിലേക്ക് സ്ത്രീകളും കുട്ടികളും അടക്കം വൻ ജനാവലിയാണ് ഈ ദിവസങ്ങളിൽ എത്തിച്ചേരുന്നത്. തിരുനാൾ 8-ാം ദിവസങ്ങളിൽ മദ്യശാലകൾ അടയ്ക്കണമെന്ന് ആവശ്യപ്പെട്ട് സമിതിയുടെ നേതൃത്വത്തിൽ നിവേദനം നൽകി. തിരുവനന്തപുരം അതിരൂപതയിലെ വൈദിക ഗണത്തിലേക്ക് 9 നവവൈദികർ കൂടി. പാളയം സെന്റ് ജോസഫ് മെട്രോപൊളിറ്റൻ കത്തീഡ്രലിൽ നടന്ന ഭക്തിസാന്ദ്രമായ ചടങ്ങിൽ അതിരൂപതയിലെ 9 ഡീക്കന്മാർ വൈദിക പട്ടം സ്വീകരിച്ചു. തിരുക്കർമ്മങ്ങൾക്ക് അതിരൂപത അധ്യക്ഷൻ മോസ്റ്റ് റവറന്റ് ഡോക്ടർ തോമസ് ജെ നെറ്റോ മെത്രാപ്പൊലീത്ത മുഖ്യ കാർമ്മികത്വം വഹിച്ചു. അതിരൂപത സഹായ മെത്രാൻ റൈറ്റ് റവറന്റ് ഡോക്ടർ ക്രിസ്തുദാസ് ആർ, വികാരി ജനറൽ റവറന്റ് മോൺസിഞ്ഞൂർ യൂജിൻ എച്ച് പെരേര, പാളയം കത്തീഡ്രൽ വികാരി മോൺസിഞ്ഞൂർ വിൽഫ്രഡ് ഇ തുടങ്ങി അതിരൂപതയിലെ വൈദിക സമൂഹം സഹകാർമ്മികത്വം വഹിച്ചു. തലശ്ശേരി അതിരൂപത സച്ചിദാനന്ദ പ്രകൃതി ക്ഷേത്ര ട്രസ്റ്റിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന മൈത്രി ഭവൻ ഓൾഡ് ഏജ് ഹോം നവീകരിച്ചു. നവീകരിച്ച ഹോമിന്റെ വെഞ്ചരിപ്പ് കർമ്മം ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംബ്ലാനി നിർവഹിച്ചു. ആരും നോക്കാനില്ലാത്ത വാർദ്ധക്യത്തിലുള്ള പുരുഷന്മാരെ സംരക്ഷിക്കുന്ന പുനരധിവാസ കേന്ദ്രമാണ് എടൂർ മൈത്രി ഭവൻ. നിലവിൽ 18 അന്തേവാസികളാണ് ഇവിടെ കഴിയുന്നത്. മുറികളും ഹാളുകളും ടൈൽ വിരിച്ച് ഭംഗിയാക്കിയതിനൊപ്പം നടുമുറ്റം ഇന്റർലോക്ക് പാകിയും പൂന്തോട്ടം വെച്ചുപിടിപ്പിച്ചും മനോഹരമാക്കി.
40 പേർക്ക് താമസിക്കാനുള്ള സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. എടൂർ, പേരാവൂർ, താന്തോട്, പൈതൽമല എന്നിവിടങ്ങളിലും ജീവകാരുണ്യ പ്രസ്ഥാനങ്ങൾ ട്രസ്റ്റിനുണ്ട്. സെന്റ് വിൻസെന്റ് ഡി പോൾ സൊസൈറ്റി സെന്റ് തോമസ് കോൺഫറൻസ് ഗോൾഡൻ ജൂബിലിയുടെ സമാപന സമ്മേളനം ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംപ്ലാനി ഉദ്ഘാടനം ചെയ്തു. മറ്റുള്ളവർ വോട്ടിനോ പേരിനോ പ്രശസ്തിക്കോ വേണ്ടി ചെറിയൊരു കാര്യം ചെയ്താൽ പോലും അതിന് വലിയ പബ്ലിസിറ്റി കൊടുക്കുന്ന ഈ കാലത്ത് വലതുകരം ചെയ്യുന്നത് ഇടതുകരം അറിയാതിരിക്കട്ടെ എന്ന തിരുവചനത്തിൽ അധിഷ്ഠിതമായി വിൻസെന്റ് ഡി പോൾ സൊസൈറ്റി നടത്തുന്ന നിരവധിയായ ജീവകാരുണ്യ പ്രവർത്തനങ്ങളെ ബിഷപ്പ് അഭിനന്ദിച്ചു. സമൂഹത്തിൽ അവശത അനുഭവിക്കുന്ന എല്ലാവരെയും ചേർത്ത് പിടിക്കാനും അവർക്കായി സഹായത്തിന്റെ ഒരു കരം നീട്ടുവാൻ വിൻസെന്റ് ഡി പോൾ സൊസൈറ്റി ചെയ്യുന്ന എല്ലാ പരിശ്രമങ്ങളും വിലമതിക്കാനാവാത്തതാണെന്ന് അനുഗ്രഹ പ്രഭാഷണം നടത്തിക്കൊണ്ട് സെൻട്രൽ കൗൺസിൽ ആധ്യാത്മിക ഉപദേഷ്ടാവ് ഫാദർ ഫിലിപ്പ് കവിയിൽ വ്യക്തമാക്കി. കണ്ണിൽ കനിവും കരളിൽ കനലും കാലിൽ ചിറകുമുള്ള ക്രൈസ്തവ യുവത്വം എന്ന ആപ്തവാക്യം നെഞ്ചിലേറ്റി യുവജന വർഷത്തിൽ സ്നേഹപൂർവ്വം KCYM ഒരു പിടി നന്മ പദ്ധതിയുടെ ഭാഗമായി നിരവധി പ്രവർത്തന പരിപാടികൾ ആവിഷ്കരിച്ച് KCYM കൊല്ലം രൂപതാ സമിതി. ഒരു പിടി നന്മ യുവജന വർഷ പ്രവർത്തന ഫണ്ട് സമാഹാര പ്രവർത്തനത്തിന് ഏപ്രിൽ 5 വെള്ളിയാഴ്ച അഭിവന്യ കൊല്ലം മെത്രാൻ റൈറ്റ് റവറന്റ് ഡോക്ടർ പോൾ ആന്റണി മുല്ലശ്ശേരി പിതാവ് ഔദ്യോഗികമായി തുടക്കം കുറിക്കും. പ്രതിഷേധങ്ങൾ വകവയ്ക്കാതെ പ്രണയക്കെണികളുടെ നടുക്കുന്ന യാഥാർത്ഥ്യങ്ങളുമായി ദ കേരള സ്റ്റോറി ദൂരദർശനിൽ. ചിത്രം ദൂരദർശനിൽ പ്രദർശിപ്പിക്കുന്നതിനെതിരെ മുഖ്യമന്ത്രിയും പ്രതിപക്ഷവും രംഗത്ത് വന്നിരുന്നു. കുന്നോത്ത് പരിശുദ്ധ ഫാത്തിമ മാതാവിന്റെ നാമധേയത്തിൽ നിർമ്മിച്ച കുരിശുപള്ളിയുടെ വെഞ്ചരിപ്പ് കർമ്മം തലശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംപ്ലാനി നിർവഹിച്ചു. ആർച്ച് ബിഷപ്പ് എമരിറ്റസ് മാർ ജോർജ് ഞാരളക്കാട്ട് പിതാവ് വെഞ്ചരിപ്പ് കർമ്മത്തിന് തുടക്കം കുറിച്ചു. കിളിയന്തറ സ്വദേശി ജിജി ചാക്യാത്ത്, ഭാര്യ സോഫി, മക്കൾ ജിയോ, സ്നേഹ റോസ് എന്നിവർ കുന്നോത്ത് ഫൊറോന പള്ളിക്ക് നേർച്ചയായി സമർപ്പിച്ചതാണ് കുരിശുപള്ളി. ഫൊറോന വികാരി ഫാദർ അഗസ്റ്റിൻ പാണ്ഡ്യമാക്കൽ, അസിസ്റ്റന്റ് വികാരി ഫാദർ അജോ തോമസ് വടക്കേട്ട്, ബയോ മൗണ്ടൻ അസിസ്റ്റന്റ് ഡയറക്ടർ ഫാദർ ലൂക്കോസ് മാടശ്ശേരി, വൈദികർ, സിസ്റ്റേഴ്സ് തുടങ്ങിയവർ പങ്കെടുത്തു. പരസ്പരമുള്ള പങ്കുവയ്ക്കലാകണം സ്നേഹമെന്ന് അഖില മലങ്കര സൺഡേ സ്കൂൾ അസോസിയേഷൻ പ്രസിഡന്റ് ഡോക്ടർ ജോസഫ് മാർ ദിവന്യാസിയോസ്. കൊടുവിള മാർ ഏലിയ ഓർത്തഡോക്സ് പള്ളിയിൽ OVBSന്റെ ഭാഗമായി നടന്ന സ്നേഹവിരുദ്ധ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. വികാരി ഫാദർ മാത്യു എബ്രഹാം തലവൂർ അധ്യക്ഷത വഹിച്ചു. ട്രസ്റ്റി ജോൺസൺ കല്ലട, സെക്രട്ടറി ബിജു പാപ്പച്ചൻ, സൺഡേ സ്കൂൾ സൂപ്രണ്ട് വർഗീസ്, OVBS കൺവീനർ ബീന വിനോദ്, സുനിൽ തങ്കച്ചൻ എന്നിവർ പ്രസംഗിച്ചു. പഴഞ്ഞി പരിശുദ്ധ പാമ്പാടി തിരുമേനിയുടെ ഓർമ്മ പെരുന്നാളിന് പഴഞ്ഞി പാമ്പാടി തീർത്ഥ സംഘത്തിന്റെ നേതൃത്വത്തിൽ തീർത്ഥയാത്ര നടത്തി. പാമ്പാടി പള്ളിയിലെ ഓർമ്മ പെരുന്നാളിന് വിതരണം ചെയ്യാനായി അരി, വെളിച്ചെണ്ണ, നാളികേരം, മുതിര, പയർ, ചക്കരയപ്പം, പപ്പടം എന്നിവയുമായാണ് തീർത്ഥാടന സംഘം യാത്ര തിരിച്ചത്. സംഘം പ്രസിഡന്റ് MI ബാബു, സെക്രട്ടറി PU ജേക്കബ്, KS റോയ്സൺ, CI കുഞ്ഞുമോൻ, TD പോൾസൺ, CV രാജൻ എന്നിവർ നേതൃത്വം നൽകി. പാലാ രൂപതയുടെ പ്ലാറ്റിനം ജൂബിലിക്ക് മുന്നോടിയായി ഇടവകകൾ കേന്ദ്രീകരിച്ചുള്ള ഹോം മിഷൻ പ്രോഗ്രാമിന് തുടക്കമാകുന്നു. ദൈവം നൽകിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയാനും ഒരുക്കത്തോടെ ജൂബിലിയിലേക്ക് പ്രവേശിക്കാനും കുടുംബങ്ങളുടെ നവീകരണം സാധ്യമാക്കാനുമാണ് ഹോം മിഷൻ പദ്ധതി ആരംഭിക്കുന്നത്. ഹോളി ഫാമിലി സന്യാസിനി സമൂഹത്തിന്റെ നേതൃത്വത്തിൽ രൂപതയിലെ മറ്റ് സന്യാസ സമൂഹങ്ങളും ചേർന്ന് നടപ്പാക്കുന്ന പദ്ധതിയുടെ പേര് ഇന്റൻസീവ് ഹോം മിഷൻ എന്നാണ്. രൂപതയിലെ വിവിധ സന്യാസിനി സമൂഹങ്ങളിലെ 280 സിസ്റ്റേഴ്സ് ഹോം മിഷനിൽ പങ്കെടുക്കും. ഉള്ളറിഞ്ഞ് ഉയരങ്ങളിലേക്ക് എന്ന ആശയവുമായി കോട്ടപ്പുറം ഇന്റഗ്രേറ്റഡ് ഡെവലപ്മെന്റ് സൊസൈറ്റിയുടെ കുട്ടികളുടെ വിഭാഗമായ പൂമട്ടുകളുടെ സംഗമം ഉണർവ് 2K24 പ്രശസ്ത ബാല ചലച്ചിത്ര താരം മാസ്റ്റർ ഡാവിജി സന്തോഷ് ഉദ്ഘാടനം ചെയ്തു. കോട്ടപ്പുറം സെന്റ് ജോൺ പോൾ ഹാളിൽ നടന്ന സംഗമത്തിന് കോട്ടപ്പുറം രൂപതാധ്യക്ഷൻ ഡോക്ടർ അംബ്രോസ് പുത്തംവീട്ടിൽ അധ്യക്ഷത വഹിച്ചു. അധ്യാപകനും കോമഡി ആർട്ടിസ്റ്റുമായ സുധീഷ് അഞ്ചേരി മുഖ്യാതിഥിയായിരുന്നു. കിഡ്സ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഫാദർ പോൾ തോമസ് കളത്തിൽ, ഫാദർ ബിയോൺ തോമസ് കോണത്ത്, ഫാദർ എബിനേസർ ആന്റണി കാട്ടുപറമ്പിൽ, KPR നാഥൻ എന്നിവർ പ്രസംഗിച്ചു. പരുമല ആശുപത്രിയിൽ അത്യാധുനിക MRI മെഷീന്റെയും പരുമല ഇന്റർനാഷണൽ കോംപ്രഹെൻസീവ് സ്ട്രോക്ക് സെന്ററിന്റെയും ഉദ്ഘാടനം പരിശുദ്ധ ബസേലിയൂസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവ തിരുമേനി നിർവഹിച്ചു. നിരണം ഭദ്രാസനാധിപൻ അഭിവന്യ ഡോക്ടർ യുനാൻ മാർ ക്രിസോസ്റ്റമസ് തിരുമേനി യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു.
ഗ്രീസിൽ നടന്ന പനോരമ അന്താരാഷ്ട്ര സാഹിത്യോത്സവത്തിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് പങ്കെടുത്ത അഭിലാഷ് ഫ്രേസറുടെ ഫാദർ എന്ന പുസ്തകത്തിന് സ്പെഷ്യൽ ജൂറി പുരസ്കാരം. 2024 ജനുവരി 1 മുതൽ മാർച്ച് 31 വരെ നടന്ന സാഹിത്യോത്സവത്തിൽ 90 ലോകരാജ്യങ്ങളിൽ നിന്നുള്ള എഴുത്തുകാർ പങ്കെടുത്തു. ഐക്യരാഷ്ട്രസഭയുടെ സിവിൽ സൊസൈറ്റീസിന്റെ ഭാഗമായ റൈറ്റേഴ്സ് ക്യാപിറ്റൽ ഇന്റർനാഷണൽ ഫൗണ്ടേഷനാണ് ഈ രാജ്യാന്തര സാഹിത്യോത്സവത്തിന്റെ സംഘാടകർ.